ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു മാധ്യമ പ്രവർത്തനം തന്നെയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആലപ്പുഴയിൽ നിന്ന് അയച്ചു തന്നത് ചിത്രം. 5 വർഷം മുമ്പുള്ള തോട്ടപ്പള്ളിയും ഇപ്പോഴത്തെ തോട്ടപ്പള്ളിയും തീരം സങ്കടം തോന്നും നമുക്ക് കണ്ടാൽ. ആ തീരം പൂർണ്ണമായും പോയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ പൊതു സ്വത്ത് ഭൂമി മുഴുവൻ എടുത്തുകൊണ്ട് പോകും. അന്നേരം എന്താ ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2-3 വർഷം മുമ്പ് അവിടെ പോയി സമരം ചെയ്യാൻ പോയ ആളാണ് ഞാൻ. ഈ ഖനനം തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പോയി സമരം ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞു ഇത് IRAയ്ക്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി ഒത്താശ ചെയ്യാനാണ് ഈ പരിശ്രമം, അതുകൊണ്ട് ഇതിനെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അന്ന് ഗവൺമെൻറ് പറഞ്ഞു IRAയ്ക്ക് മാത്രമാണ് കൊടുക്കുക, IRAയ്ക്ക് മാത്രമാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് കൊടുക്കുക. ജനങ്ങളെ കബളിപ്പിച്ചു. ഇപ്പോൾ എന്താ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അന്വേഷണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതെല്ലാം സ്വകാര്യ മുതലാളിക്ക് വേണ്ടിയിട്ടായിരുന്നു, പ്രത്യേകിച്ചുള്ള സ്വകാര്യ മുതലാളിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. എന്ത് ഭീകരമാണത്! പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് അത് മറിച്ചു കൊടുക്കുക സ്വകാര്യ വ്യക്തികൾക്ക്. നേരത്തെ അദ്ദേഹം ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴയിൽ കരിമണൽ ഖനനം നടത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഞങ്ങൾ സമരം നടത്തി UDF നിർത്തിവെച്ചതാണ്, ക്യാൻസൽ ചെയ്തതാണ്. അത് വളഞ്ഞ വഴിയിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ അതെല്ലാം അദ്ദേഹം ഇപ്പോൾ കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ CPM എന്തേ ഒന്നും ഉണ്ടാത്തത്? അന്ന് കരിമണൽ സമരത്തിൽ പങ്കെടുത്തതല്ലേ ഇവിടുത്തെ CPM? എന്തേ ഉണ്ടാത്തത്? തീരദേശം വേണ്ടേ? മുഴുവൻ കളയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ആ റെയ്ഡ് നടത്തിയ കമ്പനികൾ BJP അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നു, പണം കൊടുക്കുന്നു. അവർക്കെതിരെ നടപടി ഉണ്ടാവാതിരിക്കുന്നു. 365 കോടി രൂപയാണ് അഴിമതി നടത്തിയിരിക്കുന്നത്. ഈ 6000 കോടിയുടെ ബോണ്ടിൻ്റെ കഥ വരട്ടെ. BJPക്ക് കൊടുത്ത ബോണ്ടിൻ്റെ സംഭാവനയുടെ ലിസ്റ്റ് പുറത്ത് വരട്ടെ. ആ കാണാം ആരൊക്കെ കൊടുത്തു, അവർക്ക് എന്തെല്ലാം ഉപയോഗം സർക്കാർ ചെയ്തു കൊടുത്തു എന്ന് നമുക്ക് കാണാം. അഴിമതി ആരാ നടത്തുന്നത്? എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ജയിലിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക. ഇത് ഹിറ്റ്ലറുടെ രാജ്യമാക്കി മാറ്റുകയാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഇതൊന്നും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ രാജ്യം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കും. അത്ര ഗൗരവതരമായ കാര്യങ്ങളാണ് ഈ രാജ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പക്ഷേ ഞങ്ങൾ അതിജീവിക്കും, ഞങ്ങൾ വിടില്ല. ഇന്ത്യ മുന്നണി ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഈ ആദായനികുതി വകുപ്പ് BJPയുടെ അക്കൗണ്ടിൽ പരിശോധിക്കുന്നില്ല. അല്ല, BJPക്ക് ഒന്നും പരിശോധന ഇല്ലല്ലോ. BJPയുടെ അക്കൗണ്ട് പരിശോധനയില്ല. ഇപ്പം നിങ്ങൾ ഇൻകം ടാക്സും ED ഡിപ്പാർട്ട്മെൻറ്റും അന്വേഷിക്കുന്ന റെയ്ഡ് നടത്തുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 2% BJPക്കാരുണ്ടോ? 2% ഇല്ല. എല്ലാം പ്രതിപക്ഷം. പിന്നെ ചില ആളുകൾ അവർ പറയും അല്ല അഴിമതിക്കാരാണ്. അജിത് പവാർ 27,000 കോടിയുടെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞു. BJP ചേർന്നപ്പോൾ ക്ലീൻ. അശോക് ചവാനെതിരെ ആദർശ് കുംഭകോണം അഴിമതി, ഭീകരമായിട്ടുള്ള അഴിമതി. BJP ചേർന്നപ്പോൾ ക്ലീൻ. അപ്പോൾ വാഷിംഗ് മെഷീനാണ് BJP. അതിനകത്ത് പോയി വീണാൽ എല്ലാം കഴുകി വൃത്തിയാക്കി കൊടുത്ത് കളി. ഇത് മനസ്സിലാക്കേണ്ട, ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും കൊടുക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ 4 മാസമായിട്ട് ആവശ്യപ്പെടുകയാണ് ഒരു അപ്പോയിൻമെൻറ്റ്. എന്തിനു വേണ്ടിയാണ്? VVPAT 100% ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. VVPAT 100% ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ പോകുന്നത് 4 മാസമായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുപോകാനുള്ള ഈ സമീപനം എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കും. നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ സഹായം ഞങ്ങൾക്ക് വേണമെന്നാണ് പറയാറുള്ളത്. ഈ രാമക്ഷേത്രം പ്രധാന പ്രചാരണമായി അതന്നെ ഞാൻ പറഞ്ഞത്. ഏത് മാധ്യമങ്ങൾ കാര്യമായിട്ട് ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ? 2019 ഒരു കേസ്. എന്താ കേസ്? 2 ആഴ്ച ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വൈകി. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇൻകം ടാക്സ് ഇല്ല. ആ 2 ആഴ്ച വൈകിയത് 2019 നടന്നത്. 5 കൊല്ലം കഴിഞ്ഞു. ഈ 2024 മാർച്ച് ഇലക്ഷന് ഒട്ട് മുമ്പ് ഞങ്ങളുടെ 65 കോടി രൂപ കട്ടൗണ്ട് പോകാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ പ്രവർത്തകർ സംഭാവന കൊണ്ട് സ്വീകരിച്ച പണമാണത്. ഇത് മുതലാളിയുടെ പണമല്ല, ഇത് അഡാനിയുടെയും അംബാനിയുടെയും പണമല്ല. ഇത് പാവപ്പെട്ടവൻ പിരിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ മെമ്പർഷിപ്പിൻ്റെ പണമാണ്. അവിടെ നിന്ന് 4 കോടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. എന്ത് 200 കോടി രൂപ ഞങ്ങൾ ഇലക്ഷന് വൈറ്റ് മണി ആയിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചിലവാക്കിയ 200 കോടി രൂപ 2019. അതിൽ 14 ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്തു എന്നാണ് ഇപ്പോൾ ആക്ഷേപം പറയുന്നത്. അതിൽ 1 ലക്ഷം രൂപ എൻ്റെതാണ്. MPമാരുടെ ശമ്പളത്തിൻ്റെ ലിവി കൊടുക്കുമ്പോൾ ഞാൻ 1 ലക്ഷം രൂപ ചെക്ക് കൊടുത്തതിന് പകരം ക്യാഷ് കൊടുത്തു പോയാണ്. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള MPമാർ 10-13 പേരുണ്ടായിരുന്നു. ആ 14 ലക്ഷം കൊടുത്തതിൻ്റെ പേരിലാണ് 150 കോടി നിങ്ങൾ പെനാൽറ്റി അടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ ശബ്ദങ്ങളെയെല്ലാം നിശബ്ദമാക്കാൻ
രാഹുൽ ഗാന്ധിക്കെതിരെ വേണ്ടല്ലോ നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച 3 കേസാണ്, 23 കേസായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ, 23 കേസ്. എല്ലാ സ്റ്റേറ്റിലും ഓരോ കേസ് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ ശബ്ദങ്ങളെയെല്ലാം വായ്മൂടി കെട്ടാൻ, ജയിലിലാക്കാൻ നടപടി. തിരിച്ചൊന്നാലുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ മാധ്യമങ്ങളൊന്നും അതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല.